വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്ത ഒരു പറ്റാത്തവർ. ചേട്ടൻ നോക്കിയതല്ലേ ആ അക്കൗണ്ടിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ്? ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഞങ്ങൾ 30 വീടുകൾ പണിയുമെന്ന് പറഞ്ഞു. ആ 30 വീടുകളുടെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാലതാമസം ഉണ്ടായി. അതിന്റെ കാരണം ഭൂമി ലഭ്യമാകേണ്ടതിനുള്ള കാലതാമസമാണ് ഉണ്ടായത്. ഞങ്ങൾ തറക്കല്ലിട്ടു, ശ്രീ രാഹുൽ ഗാന്ധി തറക്കല്ലിട്ട് അതിന്റെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് വരുന്ന മുറയ്ക്ക് പൂർത്തീകരിക്കും. ഞാൻ ചോദിച്ച 2 കാര്യങ്ങൾ ഇപ്പോഴും പറയും. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. പറ, 300 കോടി രൂപയുടെ വർക്ക്, 299 കോടി രൂപയുടെ വർക്ക് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, 20 ലക്ഷം രൂപയുടെ 23 ലക്ഷം രൂപയാണ് ആ വീടിന് അവർ കണക്കാക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വീട് പൂർത്തീകരിക്കാൻ ഒരു 13 ലക്ഷം രൂപയോ 14 ലക്ഷം രൂപയോ മതി. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ വർക്കുകൾ ചെയ്യുമ്പോൾ ഇതിന്റെ എസ്റ്റിമേറ്റ് പോലും എടുക്കുന്നത് പല ഊരാളുങ്കലിന്റെ ഉദ്യോഗസ്ഥരാണ്. അവിടെ ഈ ഡിസാസ്റ്റർ റെസിസ്റ്റന്റ് വീടുകളുടെ പ്രത്യേകത എന്താണ്? അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണെന്ന്. 2, അതിന്റെ പൈലിങ്ങുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഷൻ ആണ് 2. ഈ 2 കാര്യങ്ങളിലും വളരെ ചീപ്പ് കോസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശങ്കർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയാണ് താൻ. ഞാനിത് വിശ്വസിക്കില്ല. കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാരോ. 299 കോടി രൂപയുടെ വർക്ക്. ഈ വർക്കിൽ 150 കോടി രൂപയ്ക്ക് മുകളിൽ എന്താണ് അവിടെ വർക്ക് നടക്കുന്നത്? 20 ലക്ഷം രൂപയുടെ വീട് ഒന്ന്. ആ 20 ലക്ഷം രൂപയുടെ എത്ര വീടാണ് പണിത്? 400 വീടല്ലേ പണിത്? ഇപ്പം എത്ര കോടിയായി? 80 കോടി. ബാക്കി 300 കോടിയിൽ എന്താണ് അവിടെ പണിത്? ഒന്ന് പറഞ്ഞാൽ മതി. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാ? സർക്കാർ 300 കോടി രൂപയുടെ ഊരാളുങ്കലിന് കൊടുത്ത വർക്കിൽ ഈ പറയുന്ന തുകയുടെ അവ്യക്തതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇനി അടുത്ത ചോദ്യം, ഡിവൈഎഫ്ഐ എന്നാണ് 20 കോടി രൂപ സർക്കാരിന് കൈമാറിയത്? അത് ഉത്തരം പറ. അത് ഓർമ്മയില്ല, ഓർമ്മശക്തി കുറയും. പ്രായമായവരെയല്ലേ. വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. ഏപ്രിൽ മാസത്തിന്റെ 2025 ഏപ്രിൽ മാസത്തിന്റെ 23 മറ്റോ ആണെന്നാണ് എന്റെ ഓർമ്മ. ഇതിന് എന്ത് പ്രസക്തി? 20 കോടി രൂപയുടെ ചെക്ക് അല്ലെ കേരളത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഞാൻ ഇപ്പോഴും ഉത്തരവാദിത്തത്തോടു കൂടി ചോദിക്കുന്നു, 20 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ വന്നിട്ടുണ്ടോ? ആ ദിവസം വന്നിട്ടുണ്ടോ? 2025 ഏപ്രിൽ 23-ന് 20 കോടി രൂപ ഡിവൈഎഫ്ഐ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എന്ന് പറയുന്ന ദിവസം 20 കോടി രൂപ കൈമാറിയിട്ടില്ല. എന്നാണ് ഡിവൈഎഫ്ഐ പുറത്തുവിട്ട കണക്ക് പ്രകാരം കൈമാറിയതെന്നറിയാവോ? 2026 ജനുവരി മാസം 5-ാം തീയതി എന്ന് പറഞ്ഞാൽ 10 മാസത്തിന് ശേഷമാണ് 15 കോടി രൂപ കൈമാറിയത്. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 10 മാസം ഈ 15 കോടി രൂപ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? അപ്പൊ ഈ 15 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ ഒന്ന് ആലോചിച്ച് 1 കോടി രൂപ മേളിൽ വരില്ല. പൈസ എന്താ ചെയ്തവര്? നിങ്ങൾ കട്ടോ? പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കക്കരുത്. ഇനി 1, ഇനി 2 മിനിസ്റ്റർ അല്ല, ഇത് അഴിമതിയല്ലേ? കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. 10 മാസം ഈ തുക ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്നു. ഈ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്ന് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. ഈ അക്കൗണ്ടിൽ കിടന്ന പൈസ അപ്പൊ കൈമാറി എന്ന് പറഞ്ഞ തുക കൈമാറാതെ 10 മാസം അക്കൗണ്ടിൽ കിടന്നതിന് ആരാണ് ഉത്തരവാദി? ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. അല്ല, എന്നാ മിനിസ്റ്ററിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ 10 മാസം ആ പണം എന്തിനാണ് ഡിവൈഎഫ്ഐ അക്കൗണ്ടിലിട്ടത്? UDF സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്ത ഒരു
പറ്റാത്തവർ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം കേട്ടോ. കേട്ട് കേട്ട് ബോറടിച്ചു. ഇപ്പൊ പറയാണ് ഈ ഡിവൈഎഫ്ഐ കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? ഡിവൈഎഫ്ഐ കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്, അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. എവിടെ 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 പിരിച്ച ഫണ്ട് എവിടെ? അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്ക് എവിടെ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കണക്ക് എവിടെ? അതിനൊരു കണക്കുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാര്യം, നീ ഒന്നും പണയണ്ട. ബാക്കി ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. പൂർത്തീകരിച്ചാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്താ സമ്മേളനം ഞങ്ങൾ നടത്തിയത്. അഭിലാഷ് ചേട്ടൻ നോക്കിയതല്ലേ ആ അക്കൗണ്ടിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ്? ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ആ അക്കൗണ്ടിൽ നിന്ന് 1,20,00,000 1,05,00,000 മറ്റാണ് അല്ലെ? ആ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക പുറത്തേട്ട് പോയതായിട്ടുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മിനിസ്റ്റർ ആ കേട്ടോളൂ. അബലാലയുടെ മിനിസ്റ്ററായി വളരെ ബന്ധമുള്ള ആളാണ്. ഇത് കേട്ടോളൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അല്ലെങ്കിൽ ഈ പത്രക്കാരെല്ലാം ബന്ധമുള്ള എല്ലാവരുമായിട്ടും കേട്ടോളൂ. അന്ന് പറയാം കണക്ക് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ വന്ന് പരസ്യമായി ഞങ്ങൾക്ക് കിട്ടിയ ഓരോ തുകയും എന്ന് പറഞ്ഞാൽ 50 രൂപ മുതൽ 100 രൂപ മുതൽ 500 രൂപ മുതൽ എത്ര രൂപയുടെ കണക്കാണോ ആ അക്കൗണ്ടിന്റെ ഓരോ രൂപയും ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ശശി വീണ്ടും ചതുർഭുജൻ. അതുപോലെ ഒരു കണക്കാണോ ഡിവൈഎഫ്ഐ ഇവിടെ അവതരിപ്പിച്ചത്? ഡിവൈഎഫ്ഐ പറഞ്ഞെന്താ? ഞങ്ങൾ 20 കോടി രൂപ കൈമാറി. എപ്പോഴാ കൈമാറുന്നത്? 2.5 കോടി രൂപ ഏപ്രിൽ മാസത്തിൽ കൈമാറി, 2.5 കോടി രൂപ മെയ് മാസത്തിൽ കൈമാറി, 15 കോടി രൂപ 2026 ജനുവരി മാസത്തിൽ കൈമാറി. എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിൽ കൈമാറി എന്ന് പറയുന്ന ചെക്ക് വ്യാജമായിരുന്നു എന്ന് ആദ്യം തന്നെ ഡിവൈഎഫ്ഐ സമ്മതിക്കുകയാണ്. വീടുകൾ പൂർത്തീകരിക്കാന്ന് പറഞ്ഞ സുഹൃത്തെ, ഇത് സർക്കാർ പണിത വീടല്ലേ, CPM പണിത വീടൊന്നും അല്ലല്ലോ. ഈ നാട്ടിലെ സാധാരണ MLA അടക്കമുള്ളവർ കൊടുത്ത പൈസ, ഈ നാട്ടില് പാത്തുമ്മയുടെ ആട് വിറ്റ് കൊടുത്ത പൈസ, ഈ നാട്ടിൽ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പൈസ, 750 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് സർക്കാർ പൂർത്തീകരിച്ച വീടല്ലേ? ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പൂർത്തീകരിച്ച വീടിനെ പറ്റിയല്ലേ പറഞ്ഞാൽ, CPM പൂർത്തീകരിച്ച വീടിനെ പറ്റിയല്ലോ. ഞാനിവിടെ പല സ്ഥാനാർത്ഥികളുമായിട്ടും നമ്മൾ മത്സരിക്കുമ്പോൾ പരസ്പരം കാണുമ്പോൾ ഇറങ്ങി വന്നിട്ട് ഗ്രീറ്റ് ചെയ്തു പോകുന്ന ആ രീതിയിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന് ഈ UDF സ്ഥാനാർത്ഥി പറഞ്ഞ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടു അവിടെ ഈ പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ച, അപ്പോൾ പോറ്റിയെ കയറ്റിയെ എന്ന് പറയുമ്പോൾ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാണെന്നും പോറ്റിയെ ജയിലിൽ കയറ്റിയത് ആരാണ് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സർക്കാരിന് അതിൽ വളരെ കൃത്യമായ നിലപാടുണ്ട്. സ്വർണം കട്ടവനും കൊണ്ടുപോയവനും ഒക്കെ ഒറ്റ ഫ്രെയിമിലേ വന്നിട്ടുള്ളൂ, ഒറ്റ ചിത്രത്തിൽ. ആ ചിത്രം ആരുടേതാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖം നോക്കാത്ത നടപടി എടുത്തിട്ടുണ്ട്. അതിൽ തുടർന്നും ആ നിലയിൽ തന്നെ അത് പോകും. നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള, വളരെ സുതാര്യമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് അത് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. മുന്നോട്ട് പോകുന്നു. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.